ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു വി വേൾഡ്. നമ്മൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചന മസാല അഥവാ വെള്ളക്കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ നമുക്കത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഒരു കുക്കർ എടുത്തതിന് ശേഷം കുക്കറിലേക്ക് നമ്മൾ ഈ സോക്ക് ചെയ്ത കടല അതിലോട്ട് ചേർക്കുക. അതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം, അതായത് ഒരു കപ്പ് വെള്ളക്കടലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ട് അടച്ച് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഒരു 5 വിസിൽ അടിക്കുക. 5 വിസിൽ അടിക്കുന്നതിന് ശേഷം അടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കറിവേപ്പില, വെള്ളുള്ളി, ഇഞ്ചി, ജീരകം, പച്ചമുളക്, മല്ലിയില എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി, 1.5 ഉള്ളി എന്നിവ നമ്മൾ ചെറിയ പീസാക്കി നുറുക്കി വയ്ക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് നമുക്ക് കളർ കൂടുന്നതനുസരിച്ച് കൂടുതൽ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം ഒക്കെ 1 ടീസ്പൂൺ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് നമുക്ക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി നന്നായി വഴറ്റുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. നന്നായി വഴറ്റുക, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ വഴറ്റുക. പിന്നെ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അതാണ് നല്ലത്. തക്കാളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പേസ്റ്റ് ആക്കിയതിന് ശേഷം വേണം ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പേസ്റ്റിൻ്റെ ഒരു മണം വരുന്നവരെ നന്നായി വഴറ്റുക. പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു സിമ്മിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് പാകം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടല നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിലുള്ള വെള്ളം അടക്കം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുത്ത് നമുക്കൊരു 5-6 മിനിറ്റ് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് മിക്സ് ആയിക്കോളും. പിന്നെ നമ്മളിതിൽ പറഞ്ഞിട്ടില്ല, തേങ്ങ നമുക്ക് ആഡ് ചെയ്താൽ നല്ലതാണ്. കുറച്ചും കൂടി ഒരു കൊഴുപ്പൊക്കെ കിട്ടണമെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ നന്നായി നൈസായി അരച്ച് ഇതിൽ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ്. ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് വെള്ളയപ്പത്തിൻ്റെ കൂടെയോ അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനെ നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് ഇതിന് കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.